Blessy, what are you doing? Miss, paper. Write the exam properly. Bring your parents first, then write your exams. Okay, children. So see you after lunchtime. Thank you, ma'am. Checkmate. 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 കുഞ്ഞിളം കൈകൾ കൂപ്പി അല്ലേലൂയ ഞങ്ങൾ പാടാം. കുഞ്ഞിളം കൈകൾ കൂപ്പി അല്ലേലൂയ ഞങ്ങൾ പാടാം. ആ കുഞ്ഞിളം കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിക്കേ. എന്റെ മാനല്ലേ പറഞ്ഞത് കൊച്ചിനോട് ആരും മിണ്ടാനും കൂട്ടുകൂടാനൊന്നും വരുന്നില്ലെന്ന്. ഇന്നത്തെ പോലെ വല്ലപ്പോഴും അവർക്കൂടെ ജയിക്കാനൊരു ചാൻസ് കൊടുക്കണം. അപ്പൊ അവര് കൂട്ടുകൂടാൻ വരും. എന്നാ എന്നെ ഒരു 4 വട്ടം അങ്ങ് തോപ്പിച്ചാട്ടെ, വിഷമം തീരുമല്ലോ. എനിക്ക് ചെസ് പഠിക്കാൻ പോണം. പഠിക്കാനോ? എവിടെ? ഹാരിസന്റെ അക്കാഡമിയിൽ. അയ്യ, അവൻ വെറും പയ്യൻ. അതൊക്കെ വിശ്വനാഥൻ ആനന്ദ്. പക്ഷെ കഷ്ടകാലത്തിന് അവനിവിടെ അക്കാഡമി ഇല്ലല്ലോ. അതിന് പപ്പയ്ക്ക് ഹാരിസിനെ അറിയൂ. എന്നെ അങ്ങോട്ട് വരുത്തരുതേ. ഓ, അതൊക്കെ ഒത്തിരി കാശാവും മാനെ. കൊച്ചിപ്പോ തൽക്കാലം ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കി അങ്ങ് പഠി. പപ്പാ, വെളച്ചിലെടുക്കരുത് കേട്ടോ. ബ്ലസ്സി, ഞാൻ പഠിക്കുക. ഈ ടാറും ബ്രഷും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നതാണോ അതോ നീ പോയി തുറക്കുന്നതാണോ എളുപ്പം? എക്സാമിന് മാർക്ക് വന്നിട്ട് പിന്നെ എന്നെ വഴക്ക് പറയാൻ വന്നേക്കില്ല. ആ വാതിൽ തുറക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന മാർക്ക് ഞാൻ അങ്ങ് സഹിച്ച് ബാക്കിയുള്ളത് ഓക്കെ ആക്കിയാ മതി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, ഓന്നിന്റെ സ്വഭാവം കാണിക്കും. പിന്നെ മോളെ, ഫിലിപ്പ് വന്നില്ലേ? ആ പപ്പാ. എന്നാ ആൻസി? ഫിലിപ്പേ, ഒരു ഹെൽപ്പ് വേണം. ഫിലിപ്പ് വിചാരിച്ചാലേ നടക്കുള്ളൂ. ഒന്നും നടക്കാൻ പോണില്ല. ഞാൻ ചേട്ടയോട് ചോദിച്ചോളാം. ഇത് വേറെ കേസാ. ആൻസി പറ. അത് ആ, നീ അകത്ത് പോയിരുന്നു പഠിക്ക്. ആൻസി ആന്റി വന്നിട്ടുണ്ട്. ഉറക്കായിരിക്കും, ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഡോണിക്ക് എന്തോ അഫയർന്നോ. എന്നിട്ടൊന്നുമില്ല. ആന്റി പപ്പയോട് സംസാരിച്ചോണ്ടിരിക്കുക. ഓ, അല്ല, നീ എന്തിനു ഞെട്ടി? ഞാനവിടെ ഞെട്ടി. ഞാനെന്തിനാ ഞെട്ടുന്നു? ഞാൻ ഞെട്ടി. അങ്ങനത്തെ ഒരു കൊച്ചാണോ അത്? 5-6 കൊല്ലമായി. ഞാൻ ഇപ്പഴാ അറിയുന്നേ. പയ്യനാരാ? ആരാന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. സമയം ആവട്ടെ എന്നാ പറയുന്നത്. വെറുതെ. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു നമ്പർ അല്ലേ. ഈ പെമ്പിള്ളരെ വഴിതെറ്റിപ്പിക്കാൻ കുറെ കോഞ്ഞാന്മാർ ഇറങ്ങിയിട്ടുണ്ട്.
ആദ്യ യുവമാരുടെയൊക്കെ തന്തമാർക്ക് കൊടുക്കണം പൊട്ടിയിൽ. ഫിലിപ്പിനെ അവളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കാവോ? ഞാനും ഫിലിപ്പ് പറഞ്ഞ അവള് കേക്കും. തന്നെ അവൾക്ക് വലിയ കാര്യാ. ഈ പിന്തിരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ കുറച്ച് പാടാ. പഴയ കാലമല്ലേ. ധ്യാനം കൂടാൻ വിട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ന്യൂസിലാൻഡിൽ പോണ്ട കൊച്ചാ. തോമാച്ചൻ അറിഞ്ഞാ കഴിഞ്ഞ്. ആൻസി വിഷമിക്കാതെ, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓ, ധൈര്യമായിട്ട് എന്നാ ബെസി ഒന്ന് കാര്യായിട്ട് ഏറ്റു. പപ്പ, എന്താടി? ഡോണ ഇൻസ്റ്റയിൽ അവന്റെ കുറച്ച് പിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കയ്യും കാലൊക്കെ ഉള്ളൂ, ഫേസ് ഇല്ല. അവളുടെ സ്വഭാവം വെച്ച് ഏതെങ്കിലും വേട്ടാവളിയനായിരിക്കും. നീ ഇതൊന്ന് പിടിച്ചേ. പപ്പ എങ്ങോട്ട് പോവാ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഇതൊന്നും പിന്നത്തേക്ക് വെക്കരുത്. ഏനപ്പാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോലെ. അവൾക്ക് എന്നെ കുറച്ച് റെസ്പെക്റ്റും പേടിയൊക്കെയാണ്. ഈ വഴി തെറ്റിയ പിള്ളേരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കറക്റ്റ്. പപ്പ എന്നാ ഞാൻ പോവാ? ആദ്യം ഞാൻ മര്യാദയ്ക്കൊന്ന് പറഞ്ഞു നോക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ അവസാനം ഒരു പ്രയോഗമുണ്ട്. അതിലവള് വീഴും, വീണിരിക്കും. നമ്മളിത് എത്ര കണ്ടതാ. അങ്കിളെ, എനിക്ക് പ്രായപൂർത്തിയായതാ. ആരെ കെട്ടണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു മിനിമം അവകാശം ഉണ്ട്. പക്ഷെ ആൻസി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾക്കറിയോ? ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കുന്നതിന് മമ്മി എന്തിനാ വിഷമിക്കുന്നേ? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മോളും ഒരമ്മയാവണം. എന്നാലും ഞാൻ എത്ര വിഷമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പൊ പറയും. മോൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്കിളെ, പിന്മാറാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. ശരി, ഞാൻ ഡോണയോടൊരു ചോദ്യം ചോദിക്കാം. തൃപ്തികരമായ ഒരു മറുപടി തന്നാൽ ഞാൻ സമ്മതിക്കാം. അതിന് അങ്കിളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. എന്നാലും അങ്കിൾ ചോദിക്കും. സപ്പോസ് മോളുടെ പാരന്റ്സിനെ വിഷമിപ്പിച്ച്, നോട്ട് ദ പോയിന്റ്സ്, പാരന്റ്സിനെ വിഷമിപ്പിച്ച് മോളുടെ ഇഷ്ടപ്രകാരം അവനെ തന്നെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഭാവിയിൽ ഡോണയുടെ മോള് വന്ന് ഇതേ ആവശ്യം പറഞ്ഞാൽ ഡോണയ്ക്ക് അത് നടത്തി കൊടുക്കേണ്ടി വരില്ലേ? ഓഫ് കോഴ്സ്, ഞാൻ നടത്തി കൊടുക്കും. അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. കാലം മാറിയല്ലോ. ഇപ്പൊ ഡോണയുടെ മോള് വന്ന് പറയുകയാണ് അവൾക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച ആളെന്ന നിലയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആസ് എ മദർ ഡോണ എന്ത് ചെയ്യും? അങ്കിളിന് ഫീമെയിലിനോടാണോ മെയിലിനോടാണോ സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നത്? എന്താ അങ്കിള് പറ. സ്ത്രീകളെ ആണല്ലേ? അപ്പൊ അങ്കിളിനോട് ഒരു മെയിലിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ അങ്കിളിന് എന്ത് തോന്നും? അയ്യേ, ഈ അയ്യേ ആണ് ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ അവർക്ക് തോന്നും. ആണല്ലേ? ഇപ്പൊ അങ്കിളിന് വേണ്ട ഒരു ആൻസർ കിട്ടിയില്ലേ? പിന്നെ കിട്ടി. കേക്ക് കഴിക്കില്ലേ? കേക്ക് പോട്ടെ. ശരി, അതവിടെ നിൽക്കുന്ന പുള്ളിക്കാരത്തിയോട് ഒന്ന് പറഞ്ഞേക്കേ. ഫിലിപ്പേ എന്തായി? ഒത്തില്ല.